അംഗനവാടി ജീവനക്കാരുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ്. ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് മുന്നിലെന്നും മന്ത്രി. സമരത്തിന്റെ അന്തകരായി സിപിഎം സർക്കാർ മാറിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാരുടെ മിനിമം വേതനം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ സഭ നിർത്തിവെച്ചുള്ള ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ആശമാരും അംഗനവാടി ജീവനക്കാരും ഉൾപ്പെടുന്ന അടിസ്ഥാന വർഗത്തെ സർക്കാർ ക്രൂശിക്കുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച നജീബ് കാന്തപുരം എംഎൽഎ ആരോപിച്ചു. എന്നാൽ അംഗനവാടി ജീവനക്കാരുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. തൊഴിലാളി യൂണിയനുകളുമായി സർക്കാർ ചർച്ച നടത്തുകയും ഉന്നയിച്ച വിഷയങ്ങളിൽ ധാരണയിലെത്തുകയും ചെയ്തതാണ് 4 മാസത്തെ വേതന കുടിശ്ശിക നൽകാൻ 10 കോടി അനുവദിച്ചു. മറ്റാവശ്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും പി രാജീവിന്റെ മറുപടി. യൂണിയൻ ഗവൺമെന്റ് 2,700 രൂപ നൽകി വരുമ്പോൾ നമ്മൾ 12,500 13,000 രൂപയും, യൂണിയൻ ഗവൺമെന്റ് ഹെൽപ്പർമാർക്ക് 1,350 രൂപ മാത്രം നൽകി വരുമ്പോൾ നമ്മൾ 8,500 9,000 രൂപയും ഇപ്പോൾ ഓണറേറിയമായി നൽകി വരുന്നുണ്ട്. അടിയന്തര പ്രമേയം സർക്കാർ അനുവദിച്ചില്ല. വൈദഗ്ധ്യമില്ലാത്ത ഒരു തൊഴിലാളി ദിവസം 700 രൂപ കൂലി വാങ്ങുന്ന കേരളത്തിൽ നിസ്സാര തുകയാണ് അംഗനവാടി ജീവനക്കാർക്ക് നൽകുന്നതെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരാൾക്കുമില്ലാത്ത ഗതികേടിലാണ് അംഗനവാടി ജീവനക്കാരെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അംഗൻവാടിക്കാർ അവർ നടത്തുന്ന സമരത്തെ നിങ്ങൾ പുച്ഛിക്കുന്നതിൽ പ്രതിഷേധിച്ച്, അവരെ പരിഹസിക്കുന്നതിൽ പ്രതിഷേധിച്ച്, സാർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യും. പ്രതിപക്ഷ എംഎൽഎമാർ സംസാരിക്കുമ്പോൾ മന്ത്രിമാരുൾപ്പെടെ ഭരണപക്ഷം അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നുവെന്ന് വി.ഡി. സതീശൻ പരാതി ഉന്നയിച്ചു. പരിശോധിച്ചു പരിഹരിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. പി.എസ്. വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.